ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായത്തിന് തിരശ്ശീല വീഴുകയാണ്. 62 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം മിഗ് 21 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആകാശത്തോട് വിട പറയുന്നു. 1965 യുദ്ധം മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ ഇന്ത്യയുടെ എല്ലാ പ്രധാന സൈനിക നടപടികളിലും നിർണായക പങ്ക് വഹിച്ച ഈ പോരാളിക്ക് സെപ്റ്റംബറിൽ നടക്കുന്ന ചടങ്ങോടെ വ്യോമസേന വിട നൽകും. സെപ്റ്റംബർ 19 ഛത്തീസ്ഗഡ് വ്യോമതാവളത്തിൽ വെച്ചാണ് അവസാന മിഗ് 21 സ്ക്വാഡ്രായ പാതേഴ്സിന് ഔദ്യോഗികമായി വിട നൽകുക. 1960-70 കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരായ ആകാശത്ത് മുൻതൂക്കം നൽകിയ ആദ്യത്തെ സൂപ്പർസോണിക് വിമാനമായിരുന്നു മിഗ് 21. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും 1999 കാർഗിൽ യുദ്ധത്തിലും 2019 ബാലാക്കോട്ട് ആക്രമണത്തിലുൾപ്പെടെയെല്ലാം മിഗ് 21 ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുയർത്തിയിരുന്നു. പിൽക്കാലത്ത് തുടർച്ചയായി ഉണ്ടായ അപകടങ്ങൾ ദുഷ്പേര് നേടിക്കൊടുത്തു. മിഗ് 21 വിരമിക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന സ്ക്വാഡുകളുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയായി 29-ലെത്തും. 1965 യുദ്ധസമയത്ത് പോലും വ്യോമസേനക്ക് 32 ഫൈറ്റർ സ്ക്വാഡുകളും ഉണ്ടായിരുന്നു. 850 അധികം മിഗ് 21 വിമാനങ്ങളാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുകയോ HML വഴി ഇന്ത്യയിൽ നിർമ്മിക്കുകയോ ചെയ്തത്. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മാർക്ക് 1A പോലുള്ള ആധുനിക യുദ്ധവിമാനങ്ങളുടെ വരവ് വൈകിയതിനാലാണ് കാലഹരണപ്പെട്ട മിഗ് 21 വിമാനങ്ങൾ ഇത്രയും കാലം സർവീസിൽ തുടർന്നത്.